നമ്മളിപ്പോൾ സിലിക്കോൺ ഹൈപ്പർ മാർക്കറ്റിൽ ഇവിടെ പുതിയത് ലോഞ്ച് ചെയ്തായിരുന്നു. നമ്മൾ വന്നിട്ടില്ലായിരുന്നപ്പോഴാണ്. ഇതൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് കൂടിയാണ്. ഞാൻ പോയായിരുന്നു അവിടെ. പിന്നെ ആരും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ AC ഇല്ലല്ലോ, ഭയങ്കര ചൂടാ. ആണോ? പാത്രങ്ങളൊക്കെയാണ് ഇതൊക്കെ. പിന്നെ ഉള്ളതാണ് നമുക്ക് നോക്കാം. കഞ്ഞിക്കാലമല്ല, കഞ്ഞി ഊറ്റുന്ന പക്ഷെ കഞ്ഞിക്കാലം നമ്മൾ ഏറ്റുമാനൂരുള്ള സിലിക്കോൺ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ വന്നത്. കേക്കിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ബീറ്ററും അങ്ങനത്തെ ഐറ്റംസും പിന്നെ മോൾഡൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ്. കൂടുതലും അതായിരുന്നു നമുക്ക് മെയിൻലി വേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ വാങ്ങിച്ചു. കത്തു അല്ലോ മറ്റേ മേളത്തെ ഏരിയയിൽ ഇങ്ങനെ പാത്രങ്ങളും അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. താഴെയാണ് ഫ്രൂട്ട്സും സ്നാക്സും അങ്ങനത്തെ ഏരിയ വരുന്നത്. കുറച്ച് സംഭവത്തിലാണ് ബേക്ക് ചെയ്തത്. ഈ ബ്രൗണിയൊക്കെ ബേക്ക് ചെയ്ത് ഇതേ സംഭവമാണ്. സാധനം നല്ലതാണ് ശരിക്കും. ഓവനിലും വെക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലുമൊക്കെ കറികൾ ആരും വരുവാണെങ്കിൽ സെർവ് ചെയ്യാനും നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഫുഡിങ്ങനെ സേവ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. അല്ല ബീറ്റർ ആ സംഭവം വാങ്ങാനാണ് ബേസിക്കലി നമ്മളിവിടെ വന്നത്. അപ്പോൾ അതൊക്കെ നോക്കുവാണ്. പിന്നെ മെയിൻ അത്യാവശ്യം ഓവനിൽ നിന്ന് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓവനിൽ നിന്ന് ഡയറക്റ്റാണ് എടുക്കേണ്ടി വരുന്നത്. ആ സമയത്ത് ഇത് യൂസ് ചെയ്യുന്നത് നല്ല അറിയാം. ഇത് വാങ്ങണം. പിന്നെ വേറെ സിലിക്കോൺ ബ്രഷ്. ഇത് നമ്മൾ ഓയിൽ, ഈ സിലിക്കോൺ ബ്രഷ് ഇത് നമ്മൾ ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പാനിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് രണ്ടെണ്ണം വേണോ എനിക്കറിയാം. ഇത് വേണോ രണ്ടെണ്ണം? എൻ്റെ മാമ്പഴ തിന്നട്ടെ. അമ്പുജോ, നമുക്ക് ഇവനെ കൊണ്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. യാത്ര ഇൻ ദ സെൻസ് താഴോട്ട് പോകാം. ഞാൻ വിചാരിച്ചു മലേഷ്യക്ക് പോവാന്ന്. മറ്റേ നമ്മുടെ വീട്ടിൽ വലിയതല്ലേ കാത്തു. നിന്റെ അടുത്തോട്ട് വരുന്നൊരു അവൻ. എടാ പോടാ, നീ പോകണ്ട, നീ കുഞ്ഞമ്മയുടെ കുഞ്ഞല്ലേ. സൂപ്പർ. അങ്ങനെ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ മേളിൽ നോക്കി. പിന്നെ താഴേക്ക് സ്നാക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ താഴോട്ട് പോയി വാങ്ങിച്ചത്. താഴോട്ട് ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയി വാങ്ങിച്ചത് യോഗട്ടാണ് കേട്ടോ. മിൽക്കി മിസ്റ്റിൻ്റെ സ്ട്രോബെറി യോഗട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇവിടെ ഓരോ മീനും അതിൻ്റെ പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അവിടെയൊക്കെ പോയി നോക്കി നിന്നു. അത് യോഗട്ടൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കാത്തൂന് ജെല്ലി മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കായിരുന്നു. അവളിതിനകത്ത് കയറ്റി ഇരുത്താനുള്ള കാര്യം തന്നെ ഓടി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനവിടെ പിടിച്ച് കയറ്റി ഇരുത്തിയതാണ്. പിന്നെ നമുക്ക് ജെല്ലി വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തു. ഇത് കേക്കിന് വേണ്ടി ഇടാനുള്ള ഡെക്കറേറ്റിംഗ് തിങ്സാണ്. ഫ്രേഗ്രൻസ് ഉള്ള ഒരു ക്യാൻഡിൽ നോക്കാൻ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഓടിച്ചെന്ന് ഒരെണ്ണം എടുത്തു. എന്തോ മണം നോക്കാനെടുത്താണ് എൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ വീണ് പൊട്ടിപ്പോയി. എന്താ എനിക്കറിയില്ല. അല്ലാത്ത മണം. പിന്നെ എന്തോ പൊട്ടിച്ച് കഴിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അത് മണക്കുക. അത് പൊട്ടിയെന്നോ ഒന്നും എനിക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് അടപ്പ് ലൂസായിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. സ്നാക്സൊക്കെ വാങ്ങാനായിട്ട് പോയി കേട്ടോ. ചോക്ലേറ്റും നട്ട്സും അങ്ങനത്തെ ഐറ്റംസ് വാങ്ങാനായിട്ട് അത് കഴിഞ്ഞ് പോയിട്ടോ ഞാൻ. വഴി കിടക്കുന്ന എന്ത് സാധനം കണ്ടാലും താഴെ കിടക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇതിപ്പോൾ തന്നെത്താനെ കയ്യിൽ നിന്ന് താഴെ വീണുകൊണ്ട്
തലേ കയറി കൂടി കയറി പാർക്കും. അതെന്താ ഞാൻ പെട്ടെന്ന് എടുക്കും താഴെ വീഴും. അതെന്തോ വെയിറ്റ് ചെയ്യണമായിരുന്നു മാഡം, ഞാൻ താഴെ പൊക്കോട്ടെ. ശരിയായിട്ടല്ല വെച്ചത്, എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാൽ ഞാനത് എടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അടപ്പ് ശരിയാവുന്നത് കാരണം താഴെ വീണു. അതിന് മുമ്പേ കിട്ടിയത് തോന്നുന്നു. പക്ഷെ അതങ്ങനെ താഴെ വീണത് ഓവറായിട്ട് കുഴപ്പമില്ല എടുത്തു. എന്ത് പറഞ്ഞു? തിരിക്കും എന്നെ നോക്കിക്കാം. ആ പുള്ളി ചോദിക്കാൻ പറഞ്ഞായിരിക്കും പോയതായിരിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ വാങ്ങിക്കണമെന്ന് ചോദിക്കാൻ പോയതായിരിക്കും. പുള്ളിക്കാരനല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. ഞാൻ പക്ഷേ എടുത്തു പറഞ്ഞാൽ എടുത്തു ഓവറായിട്ട് കുഴപ്പമില്ല. ഒടിയിലെല്ലാം തോന്നുന്നു ലാക്മേടെ ഇത് നല്ലതാണ്. ലെൻസിൻ്റെ വിറ്റാമിൻസ് പൊട്ടി പോകുന്നതാണ്. താഴെ പൊട്ടി പറഞ്ഞിട്ടില്ല. എന്ത് പടിയാ കൊച്ചിന്റെ മണ്ടക്കൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുന്നു. അങ്ങനത്തെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും സാധനം ഇതെന്റെ റോസ്മേരി. അപ്പുറത്തെ ട്രാക്കിലുണ്ട്, അപ്പുറത്തെ സൈഡില് എന്താ ഹാർപ്പിക്. വൈറ്റ് ഹാർപ്പിക്ക് നല്ല മണം. നല്ലതായിരിക്കും. ഏതാ കംഫർട്ടബിൾ? പൊട്ടിച്ച് വെക്കുന്നതാണ്. ടേസ്റ്റി അല്ലേ? സാധനങ്ങളൊക്കെ വന്ന് മൂടിപ്പോയി, പൊട്ടിപ്പോതെ. ക്യാൻഡില് ചില്ല് പൊട്ടിക്കാം, കുഴപ്പമില്ല. കൊച്ചു കപ്പലിന്റെ മുട്ടായി പൊട്ടിച്ച ആഹാ. കാറ്റത്ത് നിൽക്കുമ്പോ നല്ല ഹീറോയിൻ വൈബാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാ ഇല്ല. എന്തുവാ ഫോൺ കണ്ടോണ്ട് ഫോണിലിടയ്ക്ക് ഒരു എർത്ത് വേക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പ്ലമ്മിന് ഇതിനകത്തൊരു സീനില്ലേ, ടേസ്റ്റ് ആണെന്ന് എനിക്ക് അത് കയ്പാണ്. ആ പുളിയാണ് അമ്മ പറഞ്ഞത്. ഞാൻ കഴിച്ചു. എടുത്തു എടുത്തോ. മൂന്നെണ്ണം എടുത്താൽ മതി അമ്മ. മൂന്നെണ്ണം എടുത്താൽ മതി. നല്ലതാണെങ്കിൽ പിന്നെ എവിടെ പോവും? നല്ലതാണെങ്കിൽ എവിടെ പോവും? ഇവിടെ പക്ഷെ 1000 രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വഴിയിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ് കിലോ പേരയ്ക്ക. അതാണ് കൂടുതലും എനിക്കിഷ്ടം. കിലോ പേരയ്ക്ക. ആ കിലോ പേരയ്ക്ക ചിലപ്പോ 1 കിലോ 100 രൂപ എഴുതിയേക്കുന്നത് ഒരുമിച്ച് വായിച്ചതാണ്. അവരുടെ വീഡിയോസ് കണ്ടിട്ടില്ലേ? കൃഷ്ണൻ ഫാമിലി. അതെ, ഹനയുടെ വീഡിയോ വാങ്ങിച്ചു. ഞാൻ വെള്ളയാണ് വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റ്, വെള്ളത്തിന് പിന്നെയും ടേസ്റ്റ് ഉണ്ട്. ഇതിനൊട്ടും കുഴപ്പമില്ല. ഞാൻ പിന്നെ കഴിച്ചില്ല. അമ്മയും പപ്പയും കഴിച്ചു. ആപ്പിൾ മതി എൻ്റെ അടുത്ത് ചുമ്മാ അല്ല അവൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞാണ് നമ്മൾ ഡയറക്റ്റ് വീട്ടിലോട്ട് പോവുക. രാത്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവായിരുന്നു. പിന്നെ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല. സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാനായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.